കോൺഗ്രസിൻ്റെ നേതാവായിരിക്കുന്ന കെ ശബരീനാഥൻ CPIM-ലേക്ക് വന്നാൽ അരുവിക്കര സീറ്റ് തിരികെ നൽകാം എന്ന ഓഫറാണ് ഇപ്പോൾ CPIM മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം, CPIM-ൻ്റെ സ്റ്റീഫനാണ് കഴിഞ്ഞ തവണ അരുവിക്കരയിൽ കെ ശബരീനാഥിൻ്റെ പിടിപ്പുകേട് കാരണം വിജയിച്ച് കയറിയത്. വാസ്തവത്തിൽ കെ ശബരീനാഥ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനം ഒക്കെ നടത്തി എല്ലാ രീതിയിലും ശക്തമായി മുന്നേറിയിരുന്നെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ചുരുങ്ങിയ പക്ഷം 5000 വോട്ടിനെങ്കിലും വിജയിച്ച് കയറാമായിരുന്നു. ഒന്ന് ആലോചിക്കണം, 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 21,314 വോട്ടിന് CPIM-നെ തറപറ്റിച്ച അതേ ശബരീനാഥ് 2021 ആയപ്പോൾ തോറ്റു തുന്നം പാടിയിരിക്കുന്നു. ഇതിലും താഴ്ന്ന ഭൂരിപക്ഷത്തിൽ ജയിച്ച പല സ്ഥാനാർത്ഥികളും കോൺഗ്രസിന് വേണ്ടി മിന്നുന്ന രീതിയിലുള്ള മുന്നേറ്റം 2021 ആയപ്പോൾ നേടിയെടുത്തു. അതിൽ ഒരു ഉദാഹരണമാണ് CR മഹേഷ്. അദ്ദേഹം 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരുനാഗപ്പള്ളിയിൽ ചെറിയ മാർജിന് പരാജയപ്പെട്ടതാണ്. എന്നാൽ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CR മഹേഷ് 29,600 വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അവിടെ ജയിച്ചത്. അതുമാത്രമല്ല, കുണ്ടറയിൽ 30,000-ലധികം വോട്ടിന് ജയിച്ച മേഴ്സിക്കുട്ടിയമ്മയെ ആ മണ്ഡലത്തിൽ ചെന്ന് PC വിഷ്ണുനാഥ് 6,000-ഓളം വോട്ടുകൾക്ക് കെട്ടുകെട്ടിച്ചത് 2021. അപ്പോൾ ശബരീനാഥിനെ സംബന്ധിച്ചിടത്തോളം പണിയെടുക്കാതെ, അതായത് കുളം കലക്കി മീൻ പിടിക്കാനുള്ള സെറ്റപ്പാണ് വീട്ടിൽ നിന്നും ഉപദേശിക്കുന്നത് വളരെ വ്യക്തമല്ലേ എന്നാണ് യൂത്ത് കോൺഗ്രസ് കളിയാക്കുന്നത്. ശബരീനാഥിന് സംഘടനാ പാരമ്പര്യമൊന്നുമില്ല. അച്ഛൻ്റെ തിണ്ണമിടുക്കിൽ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലുമൊക്കെ ആകാം എന്നാഗ്രഹിച്ച് കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ശബരീനാഥ് കൃത്യമായി പൊളിറ്റിക്സിലേക്ക് ഇറങ്ങിയതാണ്. പക്ഷേ ശബരീനാഥിനെ സംബന്ധിച്ചിടത്തോളം ആ രാഷ്ട്രീയം അങ്ങോട്ട് വഴങ്ങുന്നില്ല. ഭാര്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ഇടതുപക്ഷവുമായി സഹകരിക്കണം എന്ന രീതിയിലേക്ക് ശബരീനാഥ് മാറുകയാണ്. ദിവ്യ എസ് അയ്യരാണെങ്കിൽ CPIM-ന് വേണ്ടി കുഴലൂതുന്ന ചുരുക്കം ചില ബ്യൂറോക്രാറ്റുകളിൽ ഒരാളാണ്. CPIM-ലെ ഏതെങ്കിലും ചോട്ടാ നേതാവിനെ വരെ വലിയ രീതിയിൽ വെള്ളപൂശാൻ ദിവ്യ എസ് അയ്യർ നടത്തുന്ന ശ്രമം കാണുമ്പോൾ ഇവർ CPIM-ന് വേണ്ടി മാത്രം IAS പഠിച്ച് കളക്ടർ ആയതാണോ എന്നൊക്കെ പലരും സംശയിച്ചു പോകും. ഏതായാലും എല്ലാ പഴിയും കേട്ടുകൊണ്ടിരിക്കുന്ന ശബരീനാഥാണ്. ശബരീനാഥിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ഉദ്യോഗം എന്ന ലേവൽ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്, അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. പിന്നെ കുറച്ച് സമ്പാദിച്ച് വെച്ചിട്ടുള്ളത് കൊണ്ട് വലിയ അല്ലലില്ലാതെ അങ്ങ് കഴിയുന്നു എന്നത് മാത്രമാണ്. ചുരുക്കി പറഞ്ഞാൽ ശബരിയുടെ ജീവിതം പരമ കഷ്ടമാണ്. സ്വന്തമായി നിലയും വിലയും ഇല്ലാതെ, അതായത് ഐഡൻറ്റിറ്റി നഷ്ടപ്പെട്ട ഒരവസ്ഥയിലാണ്. ദിവ്യയാണെങ്കിലോ എപ്പോഴും തിരക്കുമാണ്. ഭർത്താവ് ഉദ്യോഗം എന്നത് ഒഴിച്ചാൽ മകനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജോലി മാത്രമാണ് ഇപ്പോൾ ആകെ ശബരിക്കുള്ളത്. അതെങ്കിലും നേരാവണ്ണം ചെയ്യാൻ പറ്റണമെന്നതാണ് ശബരിയുടെ ഇപ്പോഴത്തെ ഏക പ്രാർത്ഥന.